പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU വടക്കേ പെരുമാതുറ യൂണിറ്റിൻ്റെ സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത്. സഹകളെ, ലോകത്താകെ സോഷ്യലിസ്റ്റ് സാമൂഹിക വ്യവസ്ഥിതി കെട്ടിപ്പടുക്കുവാനുള്ള സമര പോരാട്ടങ്ങളിൽ ജീവൻ ത്യജിച്ച ധീരരക്തസാക്ഷികളുടെ ജ്വലിക്കുന്ന സ്മരണയ്ക്ക് മുന്നിൽ 1000 രക്തപുഷ്പങ്ങൾ അർപ്പിക്കുന്നു. കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം നമ്മളെ വിട്ടുപിരിഞ്ഞ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുടെ ദേഹവിയോഗത്തിൽ ഈ സമ്മേളനം അനുശോചനം രേഖപ്പെടുത്തുന്നു. സഹകളെ, നമ്മുടെ CITUവിൻ്റെ പെരുമാതുറ നോർത്ത് യൂണിറ്റിൻ്റെ യൂണിറ്റ് സമ്മേളനമാണ് നടക്കുന്നത്. ആദ്യമായിട്ട് സഖാവ് അധ്യക്ഷനായ സഖാവ് AR രജീവിന് ഞാൻ എൻ്റെയും CITU പെരുമാതുറ യൂണിറ്റ് കമ്മിറ്റിയുടെയും പേരിൽ സ്വാഗതം പറയുന്നു. നമ്മുടെ ഈ സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്രതിമാസ കമ്മിറ്റി കൂടുകയുണ്ടായി. ആ പ്രതിമാസ കമ്മിറ്റി കൂടിയതിന് ശേഷമാണ് നമ്മുടെ ഈ സമ്മേളനം ഇപ്പോൾ ഇവിടെ ചേരുന്നത്. ഇവിടെ നേരത്തെ സ്വാഗത പ്രാസംഗികനും അതുപോലെ തന്നെ അധ്യക്ഷനും പറഞ്ഞതുപോലെ നമ്മുടെ CITU യൂണിറ്റ് രൂപീകൃതമായിട്ട് വളരെ കൂടുതൽ വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ രൂപീകരിക്കുന്നത്. 91 മുമ്പ് രൂപീകരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. 89. അപ്പം അന്ന് മുതൽ ഇവിടെ നമുക്ക് ശക്തമായ ഉശിരന്മാരായ CITUവിൻ്റെ പ്രവർത്തകർ ഇവിടെ നേരത്തെ ഇവിടെ അധ്യക്ഷനും അതുപോലെ സ്വാഗതം പറഞ്ഞ ഇക്ബാലുമെല്ലാം ആ യൂണിയൻ്റെ ഭാഗമായിരുന്നവരാണ്. അന്ന് നമുക്ക് ഇത്തരത്തിലുള്ള യാതൊരു സൗകര്യങ്ങളും ഈ പ്രദേശത്തുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ നമുക്ക് വടക്കോട്ട് പോകണമെങ്കിൽ നമുക്ക് പാലമുണ്ട്, കിഴക്കോട്ട് പോകണമെങ്കിൽ നമുക്ക് പാലമുണ്ട്, പിന്നെ തെക്കോട്ട് പോകണമെങ്കിൽ തിരുവനന്തപുരത്തേക്ക് പോകാൻ അന്നേ റോഡുമുണ്ട്. അപ്പോൾ അങ്ങനെ ഇത്രയും ഗതാഗത സൗകര്യങ്ങൾ നമുക്കിവിടെ ഉണ്ടായി. ഇന്ന് നമ്മൾ കാണുന്നത് പോലെ ഇന്ന് നമുക്കിങ്ങനെ സമ്മേളിച്ച് ഇരിക്കാൻ കഴിയുന്ന തന്നെ ഇവിടെ ഒരു തുറമുഖം വന്നതുകൊണ്ടാണ്. ആ തുറമുഖത്തിന് ഒരുപാട് പരിമിതികളുണ്ട്, അതിന് അതിൻ്റേതായ ബാലാരിഷ്ടതകളുണ്ട്, അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇന്നും ഇപ്പോൾ ഒരു വള്ളം മണ്ണിൽ പുതഞ്ഞതായിട്ട് വാർത്തയിൽ കണ്ടു. ഞാൻ അപ്പം തന്നെ ഇവിടെ ചോദിച്ചപ്പോൾ സംഭവം ആളപായം ഉണ്ടായില്ല എന്നതൊഴിച്ചാൽ ആൾക്കാർ രക്ഷപ്പെട്ട് എന്ന ഒരു നമുക്കൊരു സമാധാനമുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു ഹാർബർ നമുക്കൊരു കാലത്ത് സ്വപ്നം പോലും കാണാൻ പറ്റില്ല. നമ്മളിവിടെ യൂണിയനും യൂണിറ്റും ഒക്കെ ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു ഹാർബർ വരുമെന്നോ ഇങ്ങനെ നമുക്ക് ഈ തീരദേശ ഹൈവേ കടന്നു പോകുന്ന ഒരു പാലം ഈ താഴമ്പള്ളിയെയും പെരുമാതുറയും ബന്ധിപ്പിച്ചുണ്ടാകുമെന്നോ അഴൂരുമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ കടത്ത് കഴിയാതെ പോകാമെന്നോ ഒന്നും നമ്മളന്ന് കണ്ടിരുന്നില്ല. കാലം മാറി. ഈ നേട്ടങ്ങളെല്ലാം നേടിയെടുക്കാൻ കഴിഞ്ഞത് ഈ ചെങ്കൊടി പ്രസ്ഥാനത്തിൻ്റെ തണലിലാണ് എന്നുള്ളത് നമ്മൾ ഒരിക്കലും വിസ്മരിക്കരുത്. നമ്മുടെ പ്രദേശത്തിൻ്റെ വികസനം അതിന് എക്കാലവും മുൻഗണന നൽകിയിട്ടുള്ള പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. CPM. CPMൻ്റെ നേതൃത്വത്തിൽ
ഇവിടെ ഏതെല്ലാം കാലഘട്ടങ്ങളിൽ സർക്കാരുകൾ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം നിരവധി വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ സാധിച്ചു. ഇന്ന് നമ്മൾ കാണുന്ന പ്രൈമറി ഹെൽത്ത് സെൻറ്റർ പോലും സ്ഥാപിതമാകുന്നത് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ കാലത്ത് അനുവദിക്കപ്പെട്ടതാണ്. അതുപോലെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ ഒന്നൊന്നായി പറയുന്നില്ല. അപ്പം അങ്ങനെ നമ്മുടെ സാമൂഹ്യ ജീവിതവുമായി ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് നമ്മുടെ പ്രസ്ഥാനം. എന്നാൽ ഇന്ന് ഇവിടെ ഹാർബർ വന്നു. ഹാർബറിൻ്റെ ഉദ്ഘാടനം തറക്കല്ലിടുന്നത് ഇവിടെ ഒരു മഹാ ഉത്സവമായിരുന്നു. സഖാവ് നയനാരാണ് തറക്കല്ലിട്ടത്. അതിനുശേഷം ഇവിടെ ടി കെ രാമകൃഷ്ണൻ അന്ന് മന്ത്രിയാണ്. ടി കെ രാമകൃഷ്ണൻ അന്ന് തുറമുഖ വകുപ്പ് മന്ത്രിയാണ്, സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്. ടി കെ രാമകൃഷ്ണൻ മന്ത്രിയായിരിക്കുമ്പോൾ 87 ഗവൺമെൻറ് സഖാവ് ആനത്തലവട്ടം ആനന്ദൻ ഇവിടെ MLA ആയിരിക്കുന്ന ആ കാലഘട്ടത്തിലാണ് ഈ ശിലാസ്ഥാപനം ഇവിടെ നിർവഹിക്കുന്നത്. ശിലാസ്ഥാപനം നിർവഹിച്ച് അതിനുശേഷം നമ്മൾ താഴമ്പള്ളിയിൽ ലേലഹാളും മറ്റുമൊക്കെ വന്നു. അന്ന് നമ്മുടെ പെരുമാതുറയിലെ നമ്മുടെ സഖാക്കളുടെ എല്ലാം ഏറ്റവും വലിയ ഒരു പരാതി നമുക്ക് ഇപ്പുറത്തെ വശത്ത് നമുക്ക് ഉപയോഗപ്പെടുന്ന നിലയിലുള്ള സൗകര്യങ്ങളില്ല എന്നുള്ളതായിരുന്നു. ഈ ഹാർബർ വരുന്നത് കൊണ്ട് പെരുമാതുറ മേഖലയിലെ ജനങ്ങൾക്ക്, പാവപ്പെട്ട ജനങ്ങൾക്ക്, മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനകരമായിട്ട് ലേലഹാള് ഇപ്പുറത്തും വേണം എന്ന വലിയൊരു ആവശ്യമുണ്ട്. യഥാർത്ഥത്തിൽ ശരിയാണ്. അങ്ങനെയാണ് DS മുഖ്യമന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ പെരുമാതുറ ലേലഹാളും അതുപോലെ തന്നെ ഹാർബർ എഞ്ചിനീയറിംഗിൻ്റെ AXE ഓഫീസും എല്ലാം, AE ഓഫീസും വെയിങ് മെഷീനും എല്ലാം ഇവിടെ സ്ഥാപിക്കുന്നത്. അങ്ങനെ തുല്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്നിപ്പോൾ പെരുമാതുറ ഹാർബർ എന്ന് അറിയപ്പെടുന്ന നിലയിലേക്ക് നമ്മുടെ ഈ ഹാർബർ മാറുന്നതിൽ ഒരു സുപ്രധാന നാഴികക്കല്ലായി പ്രവർത്തിച്ചത് അന്നും സഖാവ് ആനത്തലവട്ടം ആനന്ദൻ സഖാവ്, അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല. അദ്ദേഹത്തിൻ്റെ അശ്രാന്ത പരിശ്രമം, അന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി, ഹാർബർ വകുപ്പും കൈകാര്യം ചെയ്യുന്നത് സഖാവ് S. ശർമ്മയാണ്. അങ്ങനെ S. ശർമ്മയുടെ പരിശ്രമ ഫലമായിട്ട് സഖാവ് ആനത്തലവട്ടം ആനന്ദണ്ണ മുൻകൈ എടുത്തുകൊണ്ട് ആ കാലയളവിലാണ് നമ്മൾ ഈ ലേലഹാളും ഈ സംവിധാനമൊക്കെ ഇവിടെ ആദ്യം വരുന്നത്. അന്ന് ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഉദ്ഘാടനം സഖാവ് VS അച്യുതാനന്ദനാണ് ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചത്. അങ്ങനെ സഖാവ് VS ഉദ്ഘാടനം ചെയ്യുവാൻ ഏതാണ്ട് അന്ന് മന്ത്രിസഭാ യോഗമുള്ള ഒരു ദിവസമാണ്, ഞാനിപ്പോഴും ഓർക്കുകയാണ്. അങ്ങനെ മന്ത്രിസഭാ യോഗം തീരാൻ വൈകിയത് കൊണ്ട് ഓൺലൈനായിട്ടാണ് ഉദ്ഘാടനം. അന്ന് ഈ ഓൺലൈൻ സംവിധാനമൊന്നും വന്ന് തുടങ്ങിയില്ല. എന്നാൽ സഖാവ് VS വരുമ്പോൾ VSനെതിരെ മുദ്രാവാക്യം വിളിക്കുവാൻ കരിങ്കൊടിയുമായി നിന്ന INDCയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ്സുകാരെ നമ്മളിപ്പോഴും മറന്നിട്ടില്ല. എത്ര പേരാ അവിടെ നിന്നത് കരിങ്കൊടിയുമായിട്ട്? ഇന്ന് അവരിൽ പലരും ഇവിടെ ഈ തുറമുഖത്ത് തൊഴിലെടുത്ത് ഉപജീവനം നടത്തുന്നുണ്ട്. ഒരു പക്ഷേ അത് നല്ലൊരു കാര്യമാണ്. കാരണം അവർ ഈ നാട്ടിൽ അവർക്കും അതിനുള്ള അവസരം ഉണ്ടായി. പക്ഷേ ആ അവസരം ഉണ്ടാക്കിയ, അതിന് നേതൃത്വം കൊടുത്ത അന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരുന്ന ആ യോഗത്തിൽ കരിങ്കൊടി പ്രകടനം നടത്തിയ, മുദ്രാവാക്യം വിളിച്ച ആൾക്കാരും ഇതുകൊണ്ട് ഇന്ന് ഉപജീവനം നടത്തുന്നുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. അതിനുശേഷം ഇവിടെ പല വികസന പ്രവർത്തനങ്ങൾ നടന്നു. എപ്പോഴെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വരുമോ അപ്പോഴെല്ലാം നാട്ടിൽ എന്തെങ്കിലും വികസന പ്രവർത്തനം നടക്കുമെങ്കിൽ അതിനെതിരായിട്ടുള്ള ഒരു പ്രചരണം നടത്തുക, അതിനെതിരായിട്ട് പ്രതികരിക്കുക, പ്രകടനം നടത്തുക, കരിങ്കൊടി കാണിക്കുക, ഇത് ഒരു ശീലമായി വെച്ചിരിക്കുന്ന നമ്മുടെ നാട്ടിലെ ചില കോൺഗ്രസിൻ്റെ സുഹൃത്തുക്കളുണ്ട്. ഞാനത് സന്ദർഭവശാൽ ഇപ്പോൾ ഇവിടെ ഓർമ്മിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ്റെ
കീഴിലാണ് നമ്മുടെ ഈ തൊഴിലാളി സംഘടന രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ എടുക്കുന്ന ജോലി എന്ന് പറയുന്നത് ചുമട് മാത്രമല്ല, ഈ ഹാർബറുമായി ബന്ധപ്പെട്ട എല്ലാ ജോലികളും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ രജിസ്റ്റർ ചെയ്തത് നമുക്ക് അംഗീകാരം അല്ലെങ്കിൽ അംഗീകൃതമായിട്ടുള്ള ഒരു യൂണിയൻ വേണം. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയനിൽ ആണ് നമ്മളിപ്പോൾ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, അപ്പുറത്ത് താഴമ്പള്ളിയിലും നമുക്ക് യൂണിയനുണ്ട്. ഇന്ന് നമ്മുടെ ജില്ലയിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള, ഏറ്റവും കൂടുതൽ അംഗബലമുള്ള യൂണിറ്റുകളിൽ ഒന്നാണ് പെരുമാതുറ യൂണിറ്റ്. അതിൽ നമുക്കും അഭിമാനിക്കാം. ഏറ്റവും കൂടുതൽ അംഗബലമുള്ള യൂണിറ്റുകളിൽ ഒന്നാണ് പെരുമാതുറ യൂണിറ്റ്. പക്ഷെ നമ്മൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനം ഇത് മതിയോ? അതാണ് നിങ്ങൾ ചിന്തിക്കുക. മറ്റ് പല ചെറിയ യൂണിറ്റുകൾ എന്ന് പറഞ്ഞാൽ 10, 15, 20 പേര് മാത്രമുള്ള ഈ കയറ്റിറക്ക് ജോലികളിൽ മാത്രം വേഴാമ്പലിനെ പോലെ ഈ ലോറിയും പിന്നെ ലോഡും വരുന്നത് കാത്തിരുന്ന് അതിറക്കാൻ വേണ്ടി രാവെന്നോ പകലെന്നോ ഇല്ലാതെ കാത്തിരുന്ന് ഇറക്കി കിട്ടുന്ന പൈസ കൊണ്ട് ക്ഷേമനിധി ബോർഡിൽ കൊണ്ടുപോയി അടച്ച് അതിൽ നിന്ന് ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ കൂലി വാങ്ങുന്ന തൊഴിലാളികൾ അവർ ചെയ്യുന്ന നമ്മുടെ യൂണിയനുമായി ബന്ധപ്പെട്ട് നിന്ന് നടത്തുന്ന പ്രവർത്തനങ്ങൾ പോലെ അത്തരം പ്രവർത്തനങ്ങൾ പലപ്പോഴും നമ്മൾ ഏറ്റെടുക്കുന്നില്ല. അത് നിങ്ങൾ സ്വയം വിമർശനപരമായി നിങ്ങളത് ഉൾക്കൊള്ളണം. ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, പക്ഷേ ഇഷ്ടപ്പെടണം. കാരണം നമ്മളൊരു യൂണിയൻ്റെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കുമ്പോൾ, യൂണിയൻ എന്നുള്ള നിലയിൽ നമ്മൾ സംഘടിതരായി നിൽക്കുന്നത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഈ തൊഴിലെടുക്കാനുള്ള ഒരു അവസരം കിട്ടുന്നത്. തീർച്ചയായിട്ടും യൂണിയൻ്റെ പ്രവർത്തനങ്ങൾക്ക് മുന്തിയ പരിഗണന, ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ നൽകണം. അങ്ങനെ നമ്മുടെ യൂണിയനെ കരുത്തുറ്റതാക്കണം. എന്തിനു വേണ്ടിയാണ് കരുത്തുറ്റതാക്കേണ്ടത്? അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇന്നലെ സമാപിച്ച മധുര സമ്മേളനം അല്ലേ, CPM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസിൽ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ, ആ പ്രമേയങ്ങളിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളതാണ് ഈ രാജ്യത്തിൻ്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്, ഈ രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കുക എന്നുള്ളത്. എന്താണ് ഇപ്പോൾ നടക്കുന്നത്? നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ പാർലമെന്റിൽ കേവല ഭൂരിപക്ഷം 2 പാർട്ടിയെ കൂടി കൂട്ടുപിടിച്ചാൽ കിട്ടുമെന്നുള്ളത് കൊണ്ട് മാത്രം എത്രയോ കാലമായിട്ട് നിലവിലുള്ള ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും മാറ്റിവെക്കാൻ കഴിയാത്ത ഒന്നാണ് വഖഫ്. ആ വഖഫ് ബോർഡിനെയും വഖഫ് നിയമത്തെയും ഭേദഗതി ചെയ്യുവാൻ ഇന്ത്യയിലെ ഒരു ഗവൺമെൻറ് തയ്യാറായിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു പാർലമെന്റിൽ ഭൂരിപക്ഷമുണ്ടെന്ന് ഇതിൻ്റെ പേരിൽ മാത്രം തയ്യാറായിരിക്കുന്നു. അതിനെതിരായിട്ട് ഇന്ത്യയിലെയും ലോക സമൂഹത്തിലെയും നിരവധി പേർ അത് പാടില്ല എന്ന് പറഞ്ഞിട്ട്, അരുത് എന്ന് വിളിച്ചു പറഞ്ഞിട്ട് പോലും അത് ഉൾക്കൊള്ളുവാൻ നരേന്ദ്രമോദി എന്ന ഈ നവ ഫാസിസ്റ്റ് ഭരണകൂടം തയ്യാറായിട്ടില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇത്തരം പ്രവണതകളെ, ഇതൊരു ഫാസിസ്റ്റ് പ്രവണതയാണ് എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഫാസിസത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു നടപടിയാണ് ഈ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ ഒരുപക്ഷെ ലോകത്ത് തന്നെ ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന, ജനിച്ച് ജീവിക്കുന്ന പ്രദേശമാണ് ഇന്ത്യ. ആ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഒരു നിയമത്തെ, മതപരമായിട്ടുള്ള ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർലമെന്റ് അംഗീകരിച്ച, ഭരണഘടന അംഗീകരിച്ച ഒരു നിയമത്തെ, ആ നിയമത്തെ കാറ്റിൽ പറത്തുകയാണ്, ഭേദഗതി വരുത്തുകയാണ്. അതിനെതിരായിട്ട് ശബ്ദിക്കുവാൻ, ഇന്ത്യയിൽ അതിനെതിരായിട്ട് ശബ്ദിക്കുവാൻ ഏറ്റവും മുന്നിൽ നിന്നത് ഈ ചെങ്കൊടി പിടിക്കുന്ന ഈ പ്രസ്ഥാനമാണ്, CIT-യും CPM-ഉമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത്. എവിടെ ന്യൂനപക്ഷത്തിനെതിരായി ആക്രമണമുണ്ടാകുന്നുവോ, എവിടെ ന്യൂനപക്ഷത്തെ നിന്ദിക്കുന്നുവോ,
എവിടെ ന്യൂനപക്ഷത്തിൻ്റെ മതവിശ്വാസത്തെ തകർത്തെറിയപ്പെടുന്നുവോ പീഡിപ്പിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം പ്രതികരിക്കുന്നത് ഇന്ത്യയിൽ, അത് ഗുജറാത്തിലായിരുന്നാലും ശരി, ഡൽഹിയിലായിരുന്നാലും ശരി, ഇവിടെ ഹിമാചൽ പ്രദേശിലായിരുന്നാലും ശരി, മണിപ്പൂരിലായിരുന്നാലും ശരി, അത് ക്രിസ്ത്യാനിയാകട്ടെ, മുസ്ലിം ആകട്ടെ, ജൈനനാകട്ടെ, പാഴ്സി ആകട്ടെ, ആരുമായിക്കോട്ടെ. പക്ഷെ ന്യൂനപക്ഷത്തെ വേട്ടയാടുമ്പോൾ അവിടെ പ്രതികരിക്കുന്ന ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അവിടെ ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ഈ CITU എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം, ഈ ചെങ്കൊടി പ്രസ്ഥാനം, ഈ പ്രസ്ഥാനത്തെ വീണ്ടും നെഞ്ചോട് ചേർത്തുകൊണ്ട് നമുക്ക് നമ്മുടെ മണ്ണിൽ കൂടുതൽ ശക്തിയോടുകൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വഖഫ് ഭേദഗതി നിയമം ഭേദഗതി ചെയ്തിട്ട്, വഖഫ് നിയമം ഭേദഗതി ചെയ്ത നരേന്ദ്രമോദി ഇന്നിപ്പോൾ നടത്തിയിരിക്കുന്ന ഒരു നടപടി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. എന്താണ്? പാചകവാതകത്തിന് 50 രൂപ കൂട്ടിയിരിക്കുക. ഇവിടെ ലോകത്ത് അമേരിക്ക ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷമില്ല, ഭ്രാന്തന്റെ ജൽപ്പനങ്ങൾ പോലെ അദ്ദേഹം ഓരോന്നും പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര പ്രഖ്യാപനങ്ങളാണ് നടത്തുന്നത്. എല്ലാ ഈ ഇറക്കുമതി തീരുവയും അദ്ദേഹം വർദ്ധിപ്പിച്ചു. ഓരോ രാജ്യത്തിനും ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിന് 26%, ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിന് 38%. ഓരോ രാജ്യത്തിൻ്റെയും ഇറക്കുമതി തീരുവ ക്രമാതീതമായി ഉയർത്തി. എന്ന് പറഞ്ഞാൽ നമുക്കൊരു സാധനവും നമുക്കിനി അങ്ങോട്ട് കയറ്റുമതി ചെയ്യാൻ പറ്റില്ല. അതിൽ ഏറ്റവും കൂടുതൽ അത് ബാധിക്കാൻ വേണ്ടി പോകുന്നത് ആർക്കാണ്? നമുക്കാണ്. അല്ലെങ്കിൽ തീരദേശത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളും കയർത്തൊഴിലാളികളുമായിട്ടുള്ള നമ്മൾക്കാണ്. അതിൽ ഏറ്റവും പരമപ്രധാനമാണ് മത്സ്യമേഖല. മത്സ്യ കയറ്റുമതി ഏറ്റവും കൂടുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്, സമുദ്രോൽപ്പന്ന കയറ്റുമതി നടത്തുന്നത്, ഇന്ത്യയിൽ നിന്ന് കയറ്റിവിടുന്നത് അമേരിക്കയ്ക്കാണ്. അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളത്. അതിൻ്റെ മേലാണ് 26% തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും വില കുറച്ച് മറ്റ് പല രാജ്യങ്ങളിൽ നിന്നുമുള്ള മത്സ്യം അവർക്ക് സുലഭമായിട്ട് കിട്ടും. അപ്പോൾ പിന്നെ ഇന്ത്യക്കാരൻ്റെ അത് വാങ്ങും. നമുക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ മത്സ്യസമ്പത്ത്, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ മത്സ്യസമ്പത്ത് നമ്മുടെ ഇവിടെ തന്നെ കെട്ടിക്കിടന്ന് ചീഞ്ഞു നാറുമെന്നുള്ളതാണ്. അതുപോലെ ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് ലോക വ്യാപാര മേഖലയാകെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു 3-4 ദിവസം, ഒരാഴ്ചയായിട്ട് നിങ്ങൾ TV വാർത്തകൾ കാണുകയാണെങ്കിൽ മനസ്സിലാകും. ലോക കമ്പോളമാകെ ഇടിയുകയാണ്. ലോക കമ്പോള വ്യവസ്ഥകളാകെ ഇടിയുകയാണ്. എല്ലാ നാണയത്തിൻ്റെയും മൂല്യം തകരുന്നു. ഡോളറിൻ്റെ വില ഇടിയുന്നു. ഒരു വല്ലാത്ത സാമ്പത്തിക തകർച്ചയിലേക്ക് ഈ ലോകം ചെന്നെത്തുകയാണ്. അമേരിക്കയിൽ ട്രംപിനെതിരായിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ, തൊഴിലാളികൾ, ഫാക്ടറികളെല്ലാം അടച്ചിട്ട് അവർ തെരുവീതിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കാരണം അവരുടെ ഉൽപ്പന്നങ്ങൾ, അല്ലെങ്കിൽ അവർ ഉൽപ്പാദിപ്പിക്കുന്ന വ്യാവസായിക ഉൽപ്പന്നങ്ങൾ അടക്കം വിറ്റഴിക്കാൻ കഴിയാത്ത നിലയിൽ, കയറ്റുമതി ചെയ്യാൻ കഴിയാത്ത നിലയിലുള്ള ഭ്രാന്തൻ നടപടികളുമായിട്ട് ട്രംപ് മുന്നോട്ട് പോകുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ലോക കമ്പോളത്തിൽ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും പാചകവാതകത്തിൻ്റെയും എല്ലാം വില കുത്തനെ താണിരിക്കുകയാണ്. അങ്ങനെ പാചകവാതകത്തിൻ്റെയും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ലോക കമ്പോളത്തിൽ കുറയുമ്പോൾ എന്താണ് വേണ്ടത്? നമ്മൾ വാങ്ങുന്ന പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില നമുക്ക് കുറച്ച് തരണ്ടേ? കാരണം ഇവിടെ ഈ ലോക കമ്പോളത്തിൽ നിന്ന് ഈ ഡീസലും പെട്രോളും ഇറക്കുമതി ചെയ്യുന്ന ആരാണ്? ഇവിടുത്തെ കോർപ്പറേറ്റ് കമ്പനികളാണ്. റിലയൻസ് ആണ്, അല്ലെങ്കിൽ അദാനിയാണ്. അവർ വാങ്ങി കപ്പൽ കണക്ക് കൊണ്ടുവന്ന് ശേഖരിക്കുന്ന ഈ ഡീസലും പെട്രോളും ഇവിടെ IOC വഴിയോ അതുപോലെ തന്നെ അല്ലെങ്കിൽ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലൂടെയോ ഒക്കെ ഇവിടെ വിതരണം ചെയ്യുകയാണ്. അതിനൊരു പൈസ അവർ കുറച്ചിട്ടില്ല. അപ്പോൾ ഈ ലാഭം ആരാ കൊയ്യുന്നത്? അവിടെ വാങ്ങുന്ന അന്താരാഷ്ട്ര വിപണിയിൽ $60 താഴെ പോയിരിക്കുകയാണ് ഒരു ബാരലിന്. ഇവിടെ നമുക്ക് കിട്ടുന്നതിന് വീണ്ടും 2 രൂപ കൂടി ഇന്നിപ്പോൾ വർദ്ധിപ്പിച്ചു ഉച്ചയ്ക്ക്. അതിന് പറയുന്ന ന്യായം എന്താണ്? അതിന് പറയുന്ന ന്യായം ഇത് ഉപഭോക്താക്കളെ ബാധിക്കില്ല. ഈ ലോക വിപണിയിൽ വില കുറഞ്ഞപ്പോൾ
ഈ വാങ്ങുന്ന കമ്പനിക്കാരന് കൂടുതൽ ലാഭം ഉണ്ടാകും. ആ ഇറക്കുമതി ചെയ്യുന്ന കമ്പനിക്കാരിൽ നിന്ന് എക്സൈസ് തീരുവയായിട്ട് സർക്കാർ ഈടാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഉപഭോക്താവിൽ നിന്ന് ഈടാക്കില്ലെന്നാണ് ഇന്നിപ്പോൾ പറയുന്ന ന്യായം. പക്ഷേ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് നമുക്ക് നമ്മുടെ തലയിൽ വെച്ച് കിട്ടും. കാരണം ഈ കോർപ്പറേറ്റ് മുതലാളിമാർ ഒരിക്കലും ഇത് അവർ സഹിക്കാൻ തയ്യാറാവില്ല. അതുകൂടി നമ്മുടെ തലയിൽ വെച്ച് കിട്ടും. പാചകവാതകത്തിന് 50 രൂപ ഇന്ന് കൂടിയിട്ടുണ്ട്. നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ 310 രൂപയുണ്ടായിരുന്ന പാചകവാതകത്തിൻ്റെ നിരക്ക് ഇന്ന് 1000-ലേക്ക് എത്തി നിൽക്കുകയാണ്. അതിൻ്റെ മേലാണ് വീണ്ടും 50 രൂപ കൂടി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നമുക്ക് സബ്സിഡി ഉണ്ടായിരുന്നു, പാചകവാതകത്തിന് സബ്സിഡി ഉണ്ടായിരുന്നു. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങളുടെ സബ്സിഡി ഞാൻ അക്കൗണ്ട് വഴി തരാം, നിങ്ങളെല്ലാം പാസ്ബുക്ക് എടുക്കുക. എല്ലാ നാഷണലൈസ്ഡ് ബാങ്കിലും പോയി പാസ്ബുക്ക് എടുത്തു. നമ്മുടെ പാവപ്പെട്ട അമ്മമാരും നമ്മുടെ വീട്ടുകാരും എല്ലാവരും നമ്മളെല്ലാം പോയി എടുത്തു. ഒരു 6 മാസക്കാലം ഒന്നിടവിട്ട മാസങ്ങളിൽ നാമമാത്രമായിട്ടുള്ള സബ്സിഡി തുക അതിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആർക്കെങ്കിലും സബ്സിഡി കിട്ടുന്നുണ്ടോ? സബ്സിഡിയേ ഇല്ല, എടുത്ത് കളഞ്ഞു. ഇപ്പോൾ പാചകവാതകത്തിന് സബ്സിഡി ഇല്ല ഇന്ത്യയിൽ. എത്രയോ വർഷക്കാലം സബ്സിഡി ഉണ്ടായിരുന്ന പാചകവാതകത്തിന് ഒരു നയാ പൈസയുടെ സബ്സിഡി ഇല്ല എന്ന് മാത്രമല്ല, ഇന്നിപ്പോൾ വീണ്ടും 50 രൂപ കൂടി വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ലോകത്താകെ ഉണ്ടാകുന്ന, ലോകത്ത് സാമ്പത്തിക രംഗത്തും ഭരണരംഗത്തും പല സംഭവവികാസങ്ങളും ഉണ്ടാകും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ലോക കമ്പോളം എന്ന് പറയുന്നത് അതിനനുസരണമായിട്ട് അതിൻ്റെ ഡിമാൻഡും സപ്ലൈയും കൂടിയും കുറഞ്ഞിരിക്കും. ആ കൂടിയും കുറഞ്ഞിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സാധനത്തിൻ്റെ വില ഏറിയും കുറഞ്ഞുമിരിക്കും. അതിനനുസരിച്ച് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാരൻ, പാവപ്പെട്ടവനെ കൊള്ളയടിക്കാതെ, ഈ കോർപ്പറേറ്റ് മുതലാളിമാർ കൊള്ളയടിക്കാതെ നോക്കേണ്ടുന്ന ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. കേന്ദ്ര ഗവൺമെൻറ്റാണ് നാണയ വ്യാപാര രംഗം കൈകാര്യം ചെയ്യുന്നത്. റിസർവ് ബാങ്ക് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സ്വന്തം ബാങ്കാണ്. ആ റിസർവ് ബാങ്കാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. അതുപോലെ ധനകാര്യ വകുപ്പാണ് ഇതെല്ലാം പരിശോധിക്കേണ്ടത്. എന്നാൽ ഇന്നിവിടെ ഈ പറഞ്ഞതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയ ഭ്രാന്തൻ ജൽപ്പനങ്ങളുടെയും ഉണ്ടാക്കിയ പുതിയ നിയമങ്ങളുടെയും അടിസ്ഥാനത്തിൽ ലോക കമ്പോള വ്യവസ്ഥയാകെ തകരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളും അതിഭീകരമായിട്ടുള്ള ചില പ്രതിസന്ധിയിലേക്ക് കടന്നു പോകുന്നു. ആ പ്രതിസന്ധിയുടെ മധ്യത്താണ് വീണ്ടും ഇരുട്ടടി പോലെ ഡീസലിനും പെട്രോളിനും പാചകവാതകത്തിനും വില കൂട്ടിയിരിക്കുന്നത് നരേന്ദ്രമോദി. അപ്പോൾ നമ്മുടെ എല്ലാ രംഗത്തും, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, സാമ്പത്തിക മേഖലയിൽ മാത്രമല്ല, നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഇവിടെ നിന്ന് ഇനി നമുക്ക് മത്സ്യം കയറ്റുമതി ചെയ്യാൻ കഴിയുമോ? ഏറ്റവും കൂടുതൽ ഈ ചെമ്മീൻ കയറ്റുമതി ചെയ്യുന്നത് അമേരിക്കയിലേക്കാണ്, കണവ കയറ്റുമതി ചെയ്യുന്നത് അമേരിക്കയിലേക്കാണ്. ഇനി അമേരിക്കക്കാരനത് വേണ്ട. ഏറ്റവും കൂടുതൽ കയർ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നത് അമേരിക്കയിലേക്കാണ്. ഏറ്റവും നല്ല ഈ കയറ്റുപായും മറ്റ് ഉൽപ്പന്നങ്ങളുമെല്ലാം, ചണം, ഏറ്റവും കൂടുതൽ കോട്ടൺ, അതായത് തുണികൾ, നമ്മുടെ ഇന്ത്യൻ കോട്ടൺ കയറ്റുമതി ചെയ്യുന്നത് അമേരിക്കയിലേക്കാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് ഈ ലോകം ചെന്നെത്തുകയാണ്. ലോകത്ത് ട്രംപ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ ഈ സന്ദർഭത്തിൽ അതിൽ നിന്ന് നമ്മുടെ നാടിനെ മോചിപ്പിക്കാനും നമ്മളെ സംരക്ഷിക്കുവാനും ഉത്തരവാദിത്തപ്പെട്ട നരേന്ദ്രമോദി ഇവിടെ ചെയ്യുന്നത്, ഇവിടെ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കിക്കൊണ്ട് പാവപ്പെട്ട ന്യൂനപക്ഷ വിഭാഗങ്ങളെ വേട്ടയാടുവാൻ, അല്ലേ? ഇപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ, അല്ലേ? ഇന്നിപ്പോൾ വീണ്ടും ഗോകുലം ഗോപാലൻ കൊച്ചിയിൽ EDയുടെ ഓഫീസിൽ ചോദ്യം ചെയ്യലിന് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിദേശ വിനിമയ ചട്ടമനുസരിച്ച്, നാണയ വിനിമയ ചട്ടമനുസരിച്ച് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ, അത് കുറ്റങ്ങളുണ്ടെങ്കിൽ കണ്ടെത്താം. പക്ഷേ ഈ എമ്പുരാൻ സിനിമ ഇറങ്ങി ഏതാണ്ട് 48 മണിക്കൂർ കഴിയുമ്പോഴാണല്ലോ ഈ പൃഥ്വിരാജിന് നോട്ടീസ് വരുന്നത്. ഈ പറഞ്ഞതുപോലെ അതിൻ്റെ നിർമ്മാതാവായിട്ടുള്ള ഗോകുലം ഗോപാലിൻ്റെ വീട്ടിൽ ED റെയ്ഡ് നടക്കുന്നത്, അല്ലേ? ഇതിനു മുമ്പ് ഇതൊന്നും സംഭവിച്ചില്ലല്ലോ. ഇപ്പം എമ്പുരാൻ സിനിമ എന്ന് പറയുന്നത് ചരിത്ര യാഥാർത്ഥ്യത്തെ തുറന്നു കാണിച്ചു.
എന്താണ് ഗുജറാത്ത് കലാപം എന്താണ്, അല്ലെങ്കിൽ ഗുജറാത്തിൽ നടന്നത് എന്താണ് എന്നത് ദൃശ്യവൽക്കരിക്കുകയാണ് ഈ എമ്പുരാൻ സിനിമ ചെയ്തത്. അത് ഉൾക്കൊള്ളുവാൻ ഒരു കലാസൃഷ്ടി എന്ന് പറയുമ്പോൾ ആ കലാസൃഷ്ടി ഉണ്ടാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവൻ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരു കലാകാരനെ സംബന്ധിച്ച് അവൻ്റെ കല ആവിഷ്കരിക്കുവാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തിലെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഇവിടെ കവിത എഴുതിയത്, ബ്രിട്ടീഷുകാർക്കെതിരെ സിനിമകൾ നിർമ്മിച്ചത്, ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മളിവിടെ സമരം നടത്തിയത്. അതെല്ലാം നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വ കാലഘട്ടത്തിൽ പോലും ലോകത്ത് നിലനിന്നിരുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇന്ന് സഹിക്കുവാൻ കഴിയുന്നില്ല. BJPക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല, RSSന് സഹിക്കാൻ കഴിയുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഹിന്ദുത്വ അജണ്ടകൾ നടപ്പിലാക്കാൻ ന്യൂനപക്ഷ വിഭാഗങ്ങളെയും വേട്ടയാടുക എന്നുള്ള ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു വലിയ പോരാട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ വലിയൊരു പണിമുടക്കിലേക്ക് പോവുകയാണ്. ഈ കേന്ദ്ര ഗവൺമെന്റ് നയങ്ങൾക്കെതിരായിട്ട് നമ്മുടെ തൊഴിൽ കോഡുകൾ, അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, എനിക്ക് ശേഷം ഇവിടെ സംസാരിക്കുന്നവർ അത് പറയും. നമ്മുടെ ഓരോരുത്തരുടെയും ദൈനംദിന ജീവിതത്തെ ആകെ തകർക്കുന്ന നമ്മുടെ കൂലി, നമ്മുടെ സേവന വ്യവസ്ഥകൾ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയെ പോലും സ്വാധീനിക്കുന്ന നിരവധി നടപടികളുമായിട്ട് ഈ കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അതിനെതിരായിട്ടാണ് നമ്മൾ അതിശക്തമായിട്ടുള്ള പണിമുടക്കുകളും സമരങ്ങളും നടത്തുന്നത്. ഇപ്പോൾ 11ാമത്തെ വർഷം വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുകയാണ്. നമ്മൾ അതിശക്തമായിട്ടുള്ള, അതിനകത്ത് INTC ഉണ്ട്, BMS എന്ന് പറയുന്ന BJPയുടെ ട്രേഡ് യൂണിയൻ സംഘടന ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ സംഘടനകളും ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യ മുന്നണിക്കകത്ത് വന്നിട്ടുള്ള പാർട്ടികളെ പ്രതിനിധാനം ചെയ്യുന്ന മുഴുവൻ ട്രേഡ് യൂണിയനുകളും യോജിച്ചണിനിരക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ യോജിച്ചണിനിരന്നുകൊണ്ട് ഈ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരായിട്ട്, നടപടികൾക്കെതിരായിട്ട് നരേന്ദ്രമോദി എന്ന ഈ ഏകാധിപത്യ വാഴ്ചയിലേക്ക് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്ന BJP ഭരണത്തിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടവുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിനെ കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മുടെ നാടിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അടുത്ത തലമുറയ്ക്ക് ഈ നാട് വേണം. ഈ നാട് ഇതുപോലെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ മണ്ണും വിണ്ണും എല്ലാം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. സമുദ്ര തീരങ്ങളെല്ലാം വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തുറമുഖങ്ങളെല്ലാം വിറ്റുകഴിഞ്ഞു. അതുപോലെ റെയിൽവേ സ്റ്റേഷനുകൾ വിറ്റുകഴിഞ്ഞു. എല്ലാം സ്വകാര്യവൽക്കരണത്തിന്റെ പാതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതിനെതിരായിട്ട് അടിയുറച്ചു നിൽക്കുന്ന ഇന്ത്യയിലെ സംഘടിത തൊഴിലാളി പ്രസ്ഥാനമാണ് CITU. ഈ CITUവിന് മാത്രമേ ഇതിനെ ചെറുക്കാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ CITU മറ്റ് ഇതര ട്രേഡ് യൂണിയൻ സംഘടനകളെ എല്ലാം കോർത്തിണക്കിക്കൊണ്ട്, കൊടിയുടെ നിറം നോക്കാതെ, വിളിക്കുന്ന മുദ്രാവാക്യത്തിന്റെ ഭേദം നോക്കാതെ, ഈ കാര്യത്തിൽ ഈ രാജ്യത്തെ സംരക്ഷിക്കുവാൻ, തൊഴിലാളികളെ സംരക്ഷിക്കുവാൻ, ഈ ഇന്ത്യയെ തകർക്കുന്ന BJPയെ ഈ രാജ്യത്ത് നിന്ന് കെട്ടുകെട്ടിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള പണിമുടക്ക് സമരത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ആ പണിമുടക്ക് സമരം അടക്കം വൻപിച്ച വിജയമാക്കുവാൻ ഈ നാട്ടിലെ നമ്മുടെ തൊഴിലാളി സഖാക്കളെല്ലാം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്നും, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ പ്രദേശത്തിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും, അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ ക്യാമ്പയിനുകൾ, ഇപ്പോൾ തെരഞ്ഞെടുപ്പാകട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ സമരങ്ങളാകട്ടെ, അതിലെല്ലാം ഇവിടെ നേതൃത്വപരമായ പങ്കുവഹിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ഇവിടെ CITU യൂണിയൻ എന്ന് പറയുന്നത് മറ്റേതൊരു പ്രദേശത്തേക്കാണ് ജനജീവിതവുമായി വളരെ ഇഴുകിച്ചേർന്നിരിക്കുന്ന, കാരണം നിങ്ങളെല്ലാം പ്രതിനിധാനം ചെയ്യുന്നത് ഓരോ കുടുംബത്തെയാണ്. അപ്പോൾ നിങ്ങളുടെ എണ്ണം നോക്കുമ്പോൾ ഇത്രയും കുടുംബങ്ങൾ നമ്മുടെ ഈ CITU എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തെ ഓരോ ചലനങ്ങളും, ഈ സാമൂഹ്യ അന്തരീക്ഷത്തിലുണ്ടാകുന്ന ഓരോ വിഷയങ്ങളിലും നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി പ്രതികരിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. കുറച്ചുകൂടി ശക്തമായിട്ടുള്ള, സംഘടിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം എന്ന് കൂടി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം
അനുമതിയോടുകൂടി ഒരു അറിയിപ്പ് കൂടിയുണ്ട്. നമ്മുടെ ബാലസംഘത്തിൻ്റെ ജാഥ, വേനൽക്കാല ജാഥ, വേനൽ തുമ്പികൾ നമ്മുടെ പെരുമാതുറയിൽ എത്തുകയാണ് 18-ാം തീയതി. അപ്പോൾ 18-ാം തീയതി 3 മണിക്ക് ഈ വേനൽ തുമ്പികൾ കലാജാഥ ഇവിടെ എത്തിച്ചേരും. ആ വേനൽ തുമ്പി കലാജാഥ എത്തിച്ചേരുമ്പോൾ ആ കലാജാഥയ്ക്ക് നല്ല സ്വീകരണം നൽകണം. ആ കുട്ടികൾക്ക് ആവശ്യമായ പ്രോത്സാഹനം കൊടുക്കണം, ആ സ്വീകരണം ഒരുക്കണം. അതിനൊരു സ്വാഗത സംഘം ഇവിടെ വെച്ചിട്ടുണ്ട്, അതിവിടെ പിന്നാലെ അറിയിക്കും. ഈ പരിപാടികൾ നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് കൂടി അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ഈ യൂണിറ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദനം.